Hello Makkale. So today നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാണ് റിഗാർഡിംഗ് ദ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, എന്താണ് ആക്ച്വലി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫ്രിക്ഷൻ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. അതായത് രണ്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ബോഡിക്ക് മാത്രമേ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകൂ. റൈറ്റ്, ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു ബോഡി ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർഫസിൽ നിൽക്കുന്നുണ്ട്, സർഫസിൽ കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബോഡി. ഓക്കെ, താഴെ സർഫസ് ഉണ്ട്, മുകളിൽ ഒരു ബോഡി ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. സോ ആ ഒരു ഒബ്ജക്റ്റും സർഫസും തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട്. റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെൻഡ് ടു മോഷൻ, അതായത് ഈ ബോഡി മൂവ് ചെയ്യാൻ ഒരു പ്രേരിതമാവാണ്, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സർഫസ് ഏത് ഡയറക്ഷനിലാണോ ഈ ബോഡി മൂവ് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷന് എതിരായിക്കൊണ്ട് ഈ ഒരു സർഫസ് ആ ഒരു ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുക്കുന്നതാണ്. ഇതിനാണ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. റൈറ്റ്, ഫ്രിക്ഷൻ കുറക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ലൂബ്രിക്കൻസ്, ബോൾ ബിയറിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ഫ്രിക്ഷൻ കുറക്കാനുള്ള നമ്മുടെ ക്വസ്റ്റ്യനിൽ അതൊക്കെ വരും കേട്ടോ. ആക്ച്വലി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന രണ്ട് ബോഡി നോക്കണം മക്കളെ. ഈ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഈ ടു ബോഡീസ് അവിടെ ഒരു ഇന്റർലോക്കിങ്ങിൽ, അല്ലെങ്കിൽ അവിടെ ഒരു അവിടെ എന്താണ് പരസ്പരം അവരൊരു ലോക്കിങ്ങിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് സൂം ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഒന്ന് സൂം ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഈ ഒരു ഭാഗം എന്താണ് ഒരു ഇന്റർലോക്കിങ്ങിലായിരിക്കും. സോ ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലോക്കിങ്ങിൽ മീൻസ് ആ ഒരു ലോക്കിങ്ങിൽ എന്താണ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ ഇതിനൊരു പ്രയാസം ഉണ്ടാകും. അതാണ് ആക്ച്വലി ആ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനിഷൻ ഇൻ വൈസ് നമ്മൾ പറയുന്നത് ആക്ച്വലി എന്താണ്, ബോഡി മൂവ് ചെയ്യുന്നതിനെതിരായിക്കൊണ്ട് സർഫസ് എന്ത് ചെയ്യുന്നു, ഒപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നതിനാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നോക്കണേ, വെൻ വൺ ഒബ്ജക്ട് മൂവ്സ് ഓവർ ദ സർഫസ് ഓഫ് അതർ ഒബ്ജക്ട്, ഒരു ബോഡി എന്താണ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ അവിടെ റിലേറ്റീവ് മോഷൻ, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊരു മോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് നോക്കണം കേട്ടോ. ദ സർഫസ് ഓഫ് ബോത്ത് ദ ഒബ്ജക്ട് എക്സേഴ്സ് ഫോഴ്സ് ഓൺ ഈച്ച് അതർ. രണ്ടുപേരും ഒരു ഫോഴ്സ് അല്ലെ, സർഫസ് ഓഫ് ബോത്ത് ഒബ്ജക്ട് എക്സേർട്ട് ഫോഴ്സ് ഓൺ ഈച്ച് അതർ, അതായത് ഒരേ ഡയറക്ഷനിൽ നിന്നാണ്, ഇൻ സെയിം ഡയറക്ഷൻ എന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ തെറ്റാണ് ആക്ച്വലി അല്ലെ. രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വേണം, എങ്കിൽ മാത്രമേ അവിടെ ഒരു ഫ്രിക്ഷൻ എന്താണ്, ഒന്ന് ഫ്രിക്ഷനും ഒന്ന് ബോഡി മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനും. റൈറ്റ്, അതായത് ഒരു ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. റൈറ്റ്, ഇതിൽ സർഫസ് ഓഫ് ഓൺലി അപ്പർ ഒബ്ജക്ട് എക്സേർട്ട് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓൺ ദ ലോവർ ഒബ്ജക്ട്. അപ്പർ ഒബ്ജക്റ്റ് മാത്രമാണോ? അല്ല. No, surface of only object exert force of friction on the upper object. താഴെയുള്ളത് എന്താണ്, ഒരു മുകളിലുള്ളതിലേക്ക് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് മാത്രമാണോ? ദ സർഫസ് ഓഫ് ബോത്ത് ഒബ്ജക്ട് എക്സേർട്ട് ഫോഴ്സ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് മീൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഡി ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സോ നോക്കണേ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. റൈറ്റ്, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. Static friction is option A greater than sliding friction, less than sliding friction, equal to sliding friction, none of this. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്സ്. 3 തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഫ്രിക്ഷനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ. ഡൈനാമിക് ഫ്രിക്ഷനിൽ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. സോ ടോട്ടലി നമ്മൾ പറയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഇവിടെ റെസ്റ്റിലിരിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടോ? ഇല്ല, ഫ്രിക്ഷൻ ഇല്ല. കാരണം ഒരു ബോഡിക്ക് ഫോഴ്സ് എങ്കിൽ മാത്രമേ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. റൈറ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിക്ക് ഫോഴ്സ് ആരും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ല, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും അപ്ലൈ ചെയ്യൂല. ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. റൈറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുത്തിട്ടും ആ ബോഡി മൂവ് ചെയ്യുന്നില്ല, സ്റ്റിൽ അവിടെ സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിൽക്കുകയാണ് എങ്കിൽ
ആ ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന ആ ഒരു പോയിന്റിൽ ഞാൻ ഫോഴ്സ് കൊടുത്തിട്ടും ആ ബോഡി മൂവ് ചെയ്യാതിരിക്കാനുള്ള കാരണം അവിടെ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെതിരായിക്കൊണ്ടൊരു ഫോഴ്സ് ഈ ഒരു സർഫസ് ഈ ഒരു ബോഡിയിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉള്ളത്. റൈറ്റ്. സോ ബോഡി സ്റ്റാറ്റിക് ആണ്, ബോഡി സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രിക്ഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഫോഴ്സ് നന്നായിട്ട് കൊടുത്തു. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ഞാൻ കൊടുക്കുന്ന ഫോഴ്സിനെതിരായിക്കൊണ്ടൊരു ഫോഴ്സ് എന്ത് ചെയ്യും? ആ ഒരു സർഫസ് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെന്താണ്? സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്. ഇനി ഞാൻ ആ ഒരു ബോഡിയുടെ താഴ്ഭാഗത്ത് എൻ്റെ റോളർ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡി ഞാൻ ഏത് ഫോഴ്സിലാണോ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് കൊടുക്കുന്നത് അതിനെതിരായിക്കൊണ്ട് റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ എപ്പോഴും ഉണ്ടാവുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഗ്രേറ്റർ ദാൻ എന്താണ്? റോളിംഗ് ഫ്രിക്ഷൻ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്റ്റാറ്റിക് ആണ്, പിന്നെയാണ് സ്ലൈഡിംഗ് ആണ്, പിന്നെയാണ് റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുക. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതായിരിക്കും കറക്റ്റ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് യെസ്, ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ്. റൈറ്റ്. നൗ റോളിംഗ് ഫ്രിക്ഷൻ ഈസ്, ഞാൻ പറഞ്ഞു റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ശരിയാണോ? അല്ല. അതായത് ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെഹിക്കിൾസിൻ്റെ ഒക്കെ വീൽസ് ആയിട്ട് റോളറാണ് അല്ലേ, ഒരു റൗണ്ട് ഷേപ്പിലാണ്. കാരണം ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് വെഹിക്കിളിൻ്റെ ഒക്കെ ആ ഒരു വീല് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണെങ്കിൽ, ഒരു സ്ലൈഡ് ഇങ്ങനെ നിരങ്ങി പോകുന്ന രീതിയിലാണെങ്കിൽ അവിടെ നല്ല ഫ്രിക്ഷൻ ഉണ്ടാകും, നന്നായിട്ട് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഒരു റോളർ പോലത്തതാണെങ്കിൽ സ്മൂത്തായിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകും. സോ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫ്രിക്ഷൻ കുറവാണെന്ന് അർത്ഥം. സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ശരിയല്ല. ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ശരിയല്ലേ? അതായിരിക്കും ആൻസർ. ലെറ്റ്സ് ചെക്ക്. ഓക്കെ, ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ബി ആണ് ആൻസർ. Now, static friction is dash dynamic friction. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ഫ്രിക്ഷൻ പറഞ്ഞു. രണ്ട് തരം ഡൈനാമിക് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട് അല്ലേ. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈ ഡൈനാമിക് ഫ്രിക്ഷനേക്കാൾ കൂടുതലല്ലേ? ഗ്രേറ്റർ ദാൻ, മോർ ദാൻ ഡൈനാമിക് ഫ്രിക്ഷൻ എന്നുള്ളതായിരിക്കും ആൻസർ. ലെറ്റ്സ് ചെക്ക്. Okay, more than dynamic friction. A force that opposes the motion of one surface sliding over the another. അതായത് ഒരു ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു ബോഡിയുടെ സർഫസിലൂടെ സ്ലൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ മോഷൻ. അതായത് ബോഡി മോഷനിലിരിക്കുന്ന ബോഡിയെ ഒപ്പോസ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെ നമ്മൾ ഫ്രിക്ഷൻ എന്ന് വിളിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. റൈറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. യെസ്, അവിടുത്തെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് വരുന്നത്. ആൻഡ് ഓക്കെ, എൻ ആയിരിക്കും. റൈറ്റ് അല്ലേ? അതിൽ വേറെ ഒന്നുമില്ല. ന്യൂട്ടൺ, ലൂബ്രിക്കേഷൻ, ബോൾ ബിയറിംഗ്, അതൊന്നുമല്ല. നെക്സ്റ്റ്, ബോൾ ബിയറിംഗ് ആർ യൂസ്ഡ്. ബോൾ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കുറക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. സോ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറിറ്റിക്കൽ പാർട്ട് കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫ്രിക്ഷൻ കുറക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എന്തിനാ ഫ്രിക്ഷൻ കുറക്കേണ്ട ആവശ്യം? ഫ്രിക്ഷൻ ഈസ് എ നെസസറി എവിൽ എന്ന് പറയാറുണ്ട്. അത് ആവശ്യമാണ്, എന്നാൽ അനാവശ്യമാണ്. അനാവശ്യം മീൻസ് നമുക്ക് ഉപകാരമുള്ളതാണ്, ഉപദ്രവമുള്ളതാണ്. ഉപകാരം എപ്പോഴാണ്? ഫ്രിക്ഷൻ നമ്മൾ നടക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സംഭവം ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് നടക്കണം, ഓടണം എന്നുണ്ടെങ്കിലൊക്കെ ഫ്രിക്ഷൻ വേണം. ഫ്രിക്ഷൻ ഇല്ലാതെ ഫ്രിക്ഷൻ കുറവുള്ള ഒരു പ്ലേസ്, സപ്പോസ് ഒരു ഓയിൽ ഒഴിച്ച ഒരു ഗ്രീസി ആയിട്ടുള്ള ഒരു ഫ്ലോർ ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും. സോ നന്നായിട്ട് നമുക്ക് നടക്കാൻ കഴിയുമോ? ഇല്ല. ഫ്രിക്ഷൻ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നല്ല ആബിളായിട്ട് നടക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഒരു വസ്തു പിടിക്കണം, ഇവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പെൻ പിടിക്കാൻ കഴിയത്തില്ല. റൈറ്റ്. സോ ഫ്രിക്ഷൻ നമുക്ക് ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ്, എന്നാൽ അതോടൊപ്പം തന്നെ ഉപദ്രവമാണ്. എപ്പോഴാണ് ഉപദ്രവം? ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി വേസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ ഷൂ അല്ലെങ്കിൽ ചപ്പൽസ് ഇതൊക്കെ ടിയർ ആൻഡ് വിയർ സംഭവിക്കാൻ കാരണം ഫ്രിക്ഷനാണ്. അതുപോലെ തന്നെ മെഷീൻസിൻ്റെ ഒക്കെ ഫ്രിക്ഷൻ, രണ്ട് മെഷീൻസും റോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഫ്രിക്ഷൻ ആക്ച്വലി ആ ഒരു മെഷീൻസിനെ പെട്ടെന്ന് കേടുവരുത്താനൊക്കെ സാധ്യതയുണ്ട്. ഒരുപാട് ലോസ് ഓഫ് എനർജി ഒക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ ഫ്രിക്ഷൻ്റെ പോരായ്മയാണ്. സോ വെഹിക്കിൾസിൻ്റെ കേസിലൊക്കെ ഫ്രിക്ഷൻ കുറക്കാണ് വേണ്ടത്. റൈറ്റ്. വെഹിക്കിൾസിൻ്റെ എൻജിൻ്റെ കേസിൽ അതുപോലെ തന്നെ ഈ ഒരു മെഷീനുകൾക്കിടയിൽ റൈറ്റ് ഒരു ഫ്രിക്ഷൻ കുറക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ ഒരുപാട് കാലം ആ ഒരു മെഷീനുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഫ്രിക്ഷൻ കുറക്കണം. ഫ്രിക്ഷൻ കുറക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണ്. ഒന്ന്,
ലൂബ്രിക്കൻസ് പോലത്തെ ഗ്രീസ്, ഓയിൽ പോലത്തെ ലൂബ്രിക്കൻസ് അല്ലേ, അതായത് ആ ഒരു ഫ്രിക്ഷൻ രണ്ടുപേരുടെയും, ഞാൻ പറഞ്ഞു ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ടു ബോഡീസിന്റെ ഒരു ഇന്റർലോക്കിംഗ് ആണ്. ഓക്കെ, ഈ ഇന്റർലോക്കിങ്ങിന്റെ ഇടയിൽ ഈ ഒരു ഇന്റർലോക്കിംഗ് കൊണ്ടാണ് രണ്ടുപേർക്കും ചലിക്കാൻ ഒരു പ്രയാസമുള്ളത്. സോ അതിന്റെ ഇടയിൽ നമ്മളൊരു ഗ്രീസോ അല്ലെങ്കിൽ ഓയിൽസോ ഒക്കെ യൂസ് ചെയ്താൽ, ലൂബ്രിക്കൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അതിന്റെ ഇടയിൽ ഒരു കോണ്ടാക്റ്റിൽ വേറൊരു ഒബ്ജക്റ്റ് വന്നു അല്ലെങ്കിൽ ഗ്രീസ് വന്നു, സോ സ്മൂത്ത് ആയിട്ട് അതിന്റെ മുകളിലൂടെ പോകാൻ പറ്റും, ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രീം ലൈൻഡ് ബോഡി ആക്കാം, അതായത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസൈനിങ് വൈൽ ഡിസൈനിങ് പ്ലെയിൻസ്, ഷിപ്സ് ആൻഡ് ബോട്ട്സ്, അതുപോലെ റേസിംഗ് കാർസ്, ഇവയൊക്കെ ഒരു പ്രത്യേക ഷേപ്പിലാണ്. ഈ ഒരു രീതിയിൽ ഒരു മീൻസ് ഒരു സ്ട്രീം ലൈൻഡ് ഷേപ്പിലാണ് ഇവ ഡിസൈൻ ചെയ്യുക. വാട്ട് വിൽ ബി ദ റീസൺ? ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ ഫ്രിക്ഷൻ. നമ്മൾ നാച്ചുറലി ബേർഡ്സിനെ അതുപോലെ ഫിഷസിന്റെ ഒക്കെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഷേപ്പ് ആയിരിക്കും, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ എയർ ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനിങ് മെത്തേഡാണ് ആക്ച്വലി സ്ട്രീം ലൈൻഡ് ബോഡി ആക്കുക എന്നുള്ളതാണ്. എയറോപ്ലെയിൻസിന്റെ ഒക്കെ സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, കാരണം അവർക്ക് ഈ എയറോപ്ലെയിൻസിനൊക്കെ ആക്ച്വലി എയർ ഫ്രിക്ഷനിലൂടെ എയറിലൂടെയാണ് സഞ്ചരിക്കാനുള്ളത്. സോ ആ ഒരു എയർ ഫ്രിക്ഷൻ നമ്മളൊരു ഫ്ലാറ്റ് രീതിയിലാണ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് എന്താണ് എയർ നന്നായിട്ട് വന്ന് പതിക്കും. നേരെ മറിച്ച് ഒരു സ്ട്രീം ലൈൻഡ് ഷേപ്പിലാണെങ്കിൽ ആക്ച്വലി എന്താണ് എയർ മുകളിലൂടെ വന്ന് പോയിക്കോളും. സോ എയർ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. അനദർ ഒരു മെത്തേഡാണ് ബോൾ ബിയറിംഗ്, അതായത് ഈ മെഷീൻസിന്റെ ഇടയിലൊക്കെ സപ്പോസ് നമ്മുടെ നമ്മൾ വെഹിക്കിൾസിൻ്റെ ഒക്കെ ടയർ, ആ ഒരു ടയറിൻ്റെ എന്താണ് സെൻറ്റർ പാർട്ട് നമ്മളൊന്ന് അഴിച്ചു നോക്കിയാൽ അവിടെ ഒരുപാട് ചെറിയ സ്മോൾ ബോൾസ് ഉണ്ടാവും. കാരണം ഈ ബോഡി കറങ്ങുന്ന സമയത്ത്, വെഹിക്കിൾ ഒരു വീൽസ് കറങ്ങുന്ന സമയത്ത് ആ ഒരു കറങ്ങുന്നത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെറിയ ബോൾസുകൾ, റോളേഴ്സുകൾ നമ്മൾ കൊടുക്കും. അതെന്തിനാണ്? ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നമ്മൾ ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നമുക്കൊരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നീക്കണമെങ്കിൽ താഴെ 2 റോളേഴ്സ് വെച്ചാൽ മതി. സോ ബോൾ ബിയറിംഗ് ഫ്രിക്ഷൻ കുറക്കാനുള്ള ഒരു മെത്തേഡാണ്. സോ ബോൾ ബിയറിംഗ് are used to decrease friction കുറക്കാനുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി എന്ത് ബോൾ ബിയറിംഗ്. ലൂബ്രിക്കൻസ് പറഞ്ഞു, ഗ്രീസ്, ഓയിൽസ് പോലത്തെ ലൂബ്രിക്കൻസും ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആണ്, അത് മറക്കണ്ട. റെഡ്യൂസ് ഫ്രിക്ഷൻ കുറക്കാനുള്ള ഒരു മെത്തേഡാണ് ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. നൗ ഫ്രിക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ എന്ത് ടൈപ്പാണ്? ഫ്രിക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. 2 കോണ്ടാക്റ്റിലുള്ള ബോഡികൾ അല്ലെങ്കിൽ സർഫസ് ഓഫ് 2 ബോഡീസ് ഇൻ വിച്ച് ഇൻ കോണ്ടാക്ട്, 2 ബോഡിയുടെ സർഫസ്, കോണ്ടാക്റ്റിലുള്ള 2 ബോഡിയുടെ സർഫസ് തമ്മിലാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ് എന്നുള്ളതാണ്. Now, all the moving parts of machines should be lubricated with oil to increase friction ആണോ, decrease friction ആണോ, maintain friction ആണോ, all of this ആണ്. അത് ഏതൊരു മൂവിങ് പാർട്സ് ഓഫ് മെഷീൻസിന്റെ ഏതൊരു മൂവിങ് പാർട്സും അതെന്ത് ചെയ്യണം? ലൂബ്രിക്കൻസ് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രിക്ഷൻ കുറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഫ്രിക്ഷൻ കുറച്ചിട്ടില്ലെങ്കിൽ ആ ഒരു മെഷീൻസിന് ടിയർ ആൻഡ് വിയർ സംഭവിക്കാനും അതുപോലെ തന്നെ മെഷീൻ കേടുവരാനും അതിൻ്റെ ആ ഒരു ലൈഫ് ടൈം കുറയാനും സാധ്യതയുണ്ട്. സോ ഇൻ ഓർഡർ ടു ഡിക്രീസ് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബോൾ ബിയറിംഗ് പോലത്തതും ലൂബ്രിക്കൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നൗ ഫ്രിക്ഷൻ ഈസ് മിനിമൈസ്ഡ് ബൈ യൂസിങ്, എങ്ങനെയൊക്കെയാണ് ഫ്രിക്ഷൻ കുറക്കാൻ പറ്റുക? ബൈ യൂസിങ് വീൽസ് ആൻഡ് ബോൾ ബിയറിംഗ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. വീൽസ് ആൻഡ് ബോൾ ബിയറിംഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ നമുക്ക് കുറക്കാൻ പറ്റും. The surface of a table is smoother as compared to that of a road. ഒരു ടാബിളിന്റെ സർഫസ് സ്മൂത്ത് ആണ് അത് കമ്പയർഡ് ടു സർഫസ് ഓഫ് റോഡ്. ദിസ് ഈസ് ഡ്യൂ ടു റോഡ് എന്തിന്റെ സർഫസ് എന്തിനാണ് ഒരു റഫാക്കി മാറ്റുന്നത്? കാരണം റഫായിട്ടുള്ള ഒരു പ്ലേസിൽ സ്മൂത്ത്നെസ് കുറവാണ്. സ്മൂത്ത്നെസ് കൂടിയെടുത്ത് ഫ്രിക്ഷൻ കുറവായിരിക്കും. സ്മൂത്ത്നെസ് കൂടിക്കഴിഞ്ഞാൽ അതായത് ഈ ഓയിൽ ഗ്രീസി സ്ഥലത്തൊക്കെ എന്താണ് സ്മൂത്ത്നെസ് കൂടുതലാണ്. സോ സ്മൂത്ത്നെസ് കൂടിയാൽ ഫ്രിക്ഷൻ കുറയും. ഓക്കെ, നൗ റഫ്നെസ് കൂടിയാൽ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഫ്രിക്ഷൻ കൂടും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് ദ ഇന്റർലോക്കിംഗ്, 2 ബോഡീസ് തമ്മിലുള്ള ഇന്റർലോക്കിംഗ്. റഫ്നെസ് കൂടിയെന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റർലോക്കിംഗ് ഒരുപാട് റഫ്നെസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് റഫ്നെസ് ഉണ്ട്. സോ ആ ഒരു ഇന്റർലോക്കിംഗ് കൂടും, ഫ്രിക്ഷൻ കൂടും. നോ ദ സർഫസ് ഓഫ് എ ടേബിൾ ഇസ് സ്മൂത്തർ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് റോഡ്. റോഡിനെക്കാട്ടിലും എന്തുകൊണ്ടാണ് സർഫസ് ഓഫ് ടേബിൾ സ്മൂത്ത് ആക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ആക്ച്വലി റോഡ് എന്ത് ചെയ്യുന്നത്? റഫ് ആക്കുന്നത് ആൻഡ് കമ്പയർഡ് ടു table. Irregularities in the surface of road. Polishing of the table. A road surface may have more dust as compared to a table. All of the above. ഏതാ ഇതിൻ്റെ ആൻസർ? ആക്ച്വലി ഈ ഒരു ടാബിള്
പോളിഷ് ചെയ്തത് കൊണ്ടാണ്, അതിൻ്റെ സ്മൂത്ത്നെസ് ആക്കിക്കൊണ്ടാണ് അതിൻ്റെ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നത്, കുറയുന്നത്. കാരണം സ്മൂത്ത്നെസ്സിൽ ഫ്രിക്ഷൻ കുറയും. സർഫസ് ഓഫ് റോഡിൽ ആ ഒരു ഫ്രിക്ഷൻ കൂടാൻ കാരണം അവിടെ റഫ്നെസ് ഉണ്ട്, ഇറഗുലാരിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ റോഡ് സർഫസിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, കല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ റഫ്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി അവിടെ ഫ്രിക്ഷൻ കൂടാൻ കാരണം. സോ ഓൾ ഓഫ് ദി അബവ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ് ഈസ് ലൈക്ലി ടു ഹാവ് ലീസ്റ്റ് ഫ്രിക്ഷൻ? താഴെയുള്ളതിൽ ഏറ്റവും കുറവ് ഫ്രിക്ഷൻ ഏതിനാണ് ഉള്ളത് എന്നുള്ളതാണ്. വുഡ്, പ്ലാസ്റ്റിക്, ഗ്ലാസ്, പേപ്പർ. ഏറ്റവും കുറവ് ഫ്രിക്ഷൻ ഏതിനാ ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഫ്രിക്ഷൻ കുറവുള്ളതിന് സ്മൂത്ത് ആയിരിക്കും. ഇത് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ളത് വുഡ് ആണോ, പ്ലാസ്റ്റിക് ആണോ, ഗ്ലാസ് ആണോ, അതുപോലെ പേപ്പർ ആണോ? സോ നമുക്ക് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സി ആണ് അല്ലേ, സി ആയിരിക്കും മിക്കവാറും. സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഗ്ലാസ് ആണ് അല്ലേ, ഗ്ലാസ് ആണ് ഇവിടെ വരുന്നത്. മിക്കവാറും എന്തായിരിക്കും, ഗ്ലാസ് ആണ്, ആക്ച്വലി ഗ്ലാസ് തന്നെയാണ്. റൈറ്റ്. സോ ആൻസർ ഗ്ലാസ് സി. Which of the following is used to reduce friction in a rotating machine? റൊട്ടേറ്റിംഗ് മെഷീനിൽ ഫ്രിക്ഷൻ കുറക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സി, ബോൾ ബിയറിംഗ് ആണ്. റൈറ്റ്. സി, ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ബോൾ ബിയറിംഗ്, ഓപ്ഷൻ സി ആണ് ആൻസർ. നൗ എ മാൻ ഈസ് സ്റ്റാൻഡിങ് ഓൺ എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് സ്റ്റിൽ വാട്ടർ, സാധാരണ ഒരു നിശ്ചലമായിട്ടുള്ള ഒരു വാട്ടറിൽ നിൽക്കുന്ന ഒരു ബോട്ടിൽ ഒരുത്തൻ കയറി നിൽക്കുന്നുണ്ട്. ഇഫ് ഹി വാക്സ് ടുവാർഡ്സ് ദ ഷോർ ഓഫ് ദി ബോട്ട്, ദ ബോട്ട് വിൽ, അതായത് അവൻ ഷോറിൻ്റെ അടുത്തേക്ക് അദ്ദേഹം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബോട്ട് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ദ ബോട്ട് വിൽ മൂവ് ടുവാർഡ്സ് ദ ഷോർ ആണോ, അവേ ഫ്രം ദ ഷോർ ആണോ, റിമെയിൻ സ്റ്റേഷനറി ആണ്. അതായത് ഒരുത്തൻ നടക്കുകയാണെങ്കിൽ ഒരുത്തൻ എന്താണ് ബോട്ടിൽ നിൽക്കുന്നുണ്ട്, ആ ബോട്ട് ഷോറിൻ്റെ അടുത്തേക്ക് ഇവൻ നടക്കുകയാണെങ്കിൽ ഇവന് എതിരായിക്കൊണ്ട് ആ ഒരു അല്ലേ ബോട്ട് എന്ത് ചെയ്യും, ഇവൻ നടക്കുന്നതിന് എതിരായിക്കൊണ്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ അതിനനുസരിച്ച് ഈ ബോഡി എന്ത് ചെയ്യും, പിന്നിലേക്ക്, അവേ ഫ്രം ദ ഷോറിൽ നിന്ന് അവേ ആയിട്ട് എന്ത് ചെയ്യും, ഇവൻ ഷോറിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ബോട്ട് അവേ ഫ്രം ദ ഷോറിന്, കാരണം അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. റൈറ്റ്. സോ ആ ഭാഗം ഒന്ന് കൃത്യമായിട്ട് നോക്കണം കേട്ടോ മക്കളെ. സോ ഒരു ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. 14th question. എ ഡ്രൈവർ ആക്സിലറേറ്റ് ഇസ് കാർ. ഓക്കെ. First at rate of 1.8 meter per second square and then at rate of 1.2 meter per second square. The ratio of forces exerted by engines will be with respectively equal to. അതായത് ഫോഴ്സ് F is equal to m into acceleration എന്നല്ലേ, ഫോഴ്സ് ഈക്വൽ ടു m into acceleration ആണ്. സോ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ആദ്യത്തെ ഒരു ബോഡിയാണ് അല്ലേ, ഡ്രൈവർ ആക്സിലറേറ്റ് ഇസ് കാർ. സോ കാറാണ്, സോ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ m into ഫസ്റ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 1.8 ആണ്. റൈറ്റ്. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m into 1.2 അല്ലേ, ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ a ആണ്, 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. രണ്ടാമത്തെ ടൈമിൽ ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്തു. റൈറ്റ്. നൗ അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ഫോഴ്സസ് ആണ്. ഈ ഫോഴ്സിൻ്റെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ F1 by F2 ഈക്വൽ ടു mm ക്യാൻസൽ ആകും, 1.8 ഡിവൈഡ് ബൈ 1.2. സോ 1.8ന് എനിക്ക് എങ്ങനെ എഴുതാം, 9 into 2 എന്ന് എഴുതിക്കൂടെ, 0.9 into 2 എന്ന് എഴുതാം അല്ലേ. 1.8ന് എനിക്ക് 0.9 into 2 എന്ന് എഴുതാം. അതുപോലെ 1.2ന് എനിക്ക് 0.6 into 2 എന്ന് എഴുതിക്കൂടെ. സോ ഈ 2 കട്ട് ചെയ്താൽ 0.9 ഡിവൈഡ് ബൈ 0.6 എന്ന് പറഞ്ഞാൽ 9/6 തന്നെയാണ്. ഓക്കെ, കാരണം 0.9 ഡിവൈഡ് ബൈ 0.6 എന്ന് പറഞ്ഞാൽ 9 into 10⁻⁻1 ഡിവൈഡ് ബൈ 6 into 10⁻⁻1. മുകളിലും താഴെയും 10⁻⁻1 ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പോകാം. 3/6 എന്ന് പറഞ്ഞാൽ എനിക്ക് 3/2 എന്ന് എഴുതാം, കാരണം 3 into 3 എന്ന് എഴുതാം 9നെ, 2 into 3 എന്ന് എഴുതാം 6നെ. സോ 3 കട്ട് ചെയ്താൽ 3/2 എന്ന് കിട്ടും. സോ F1 ഡിവൈഡ് ബൈ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആൻസർ എന്താണ്, 3/2 ആണ്, അല്ലെങ്കിൽ 3:2 ആണ് കിട്ടുന്നത്. റൈറ്റ്. Moving to the next question. A body of mass 5 kilogram. Okay, a body of mass 5 kilogram undergoes a change in speed from 30 to 40. The momentum will increase by, എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓക്കെ, ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം. സോ m ഈക്വൽ ടു 5 ആണ്. സോ ആദ്യം സ്പീഡ് എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ ആ ഒരു സമയത്ത് സ്പീഡ് 30 ആയിരിക്കുമ്പോൾ മൊമെൻ്റ് എന്തായിരിക്കും, v is equal to എന്താണ്, P is equal to m into v അല്ലടാ മൊമെൻറ്റം P is equal to m into v ആണ്. 5 into 30. സോ ആൻസർ കിട്ടുക 150 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെൻറ്റം കിട്ടുക. സോ ഇനി വെലോസിറ്റി 40 ആക്കി കഴിഞ്ഞാൽ
അപ്പോൾ മൊമെൻ്റ് എന്തായി മാറും 5 × 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആയിരിക്കും അല്ലേ. 5 × 40 എന്ന് പറഞ്ഞാൽ 200 ആണ്. സോ ആദ്യം 150 ആയിരുന്നു, പിന്നെ 200 ആയി. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എത്രയാണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റം. സോ ഇറ്റ്സ് മൊമെൻറ്റം വുഡ് ഇൻക്രീസ്ഡ് ബൈ 50 kg എന്ന് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ 50th ക്വസ്റ്റ്യൻ അതാണ്. മക്കളെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ദ ഫോഴ്സ് needed to produce an acceleration of 6 meter per second square in a ball of mass 4 kilogram will be. അതായത് നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 6 meter per second square ആണ്, ആൻഡ് മാസ് തന്നിട്ടുണ്ട് 4 kilogram ആണ്. എങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അതായത് മാസ് എന്ന് പറഞ്ഞാൽ 4 × 6 വിച്ച് ഈസ് ഈക്വൽ ടു 24 ന്യൂട്ടൺ എന്നായിരിക്കും ആൻസർ. ആൻഡ് ആൻസർ ഈസ് ഓപ്ഷൻ എ, റൈറ്റ്. എ ബോഡി ഓഫ് മാസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. എ ബോഡി ഓഫ് മാസ് 5 kilogram undergoes a change in speed from 20 to 0.20 meter per second. The momentum of the body would be. അതായത് ഒരു 5 kilogram മാസുള്ള എം ഈസ് ഈക്വൽ ടു 5 kg ആണ്. സോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വന്ന് ആദ്യം തന്നതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. മീൻസ് മാസ് MAS ആ രീതിയിലൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ, ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ സ്പീഡാണ്. 20ൽ നിന്ന് എന്തിലേക്കാണ് മാറിയത്? 0.2. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 20 ആണ്, ആൻഡ് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 0.2 ആണ്. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. സോ മൊമെൻറ്റം ചേഞ്ച് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? സോ മൊമെൻറ്റം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഗ്രീസസ് ആണ് ഉണ്ടാവുക. കാരണം എം ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? സോ 5 × 20 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 100 ആണ്, അല്ലടാ. നൗ എം ഫൈനൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മൊമെൻറ്റം ഫൈനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എം × V ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 × 0.2 ആണ്. 5 × 0.2 എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ആണ്, റൈറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 1 - 100 വിച്ച് ഈസ് ഈക്വൽ ടു -99 എന്നാണ് കിട്ടുക അല്ലേ. ഈ -99 എന്ന് പറഞ്ഞാൽ 99 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്, ആൻഡ് 99 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, ആൻഡ് മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് ഡിഗ്രീസസ്. ആൻസർ ബി ആണ് ഇതിൽ ആൻസർ വരുന്നത്. സോ മൊമെൻറ്റം എന്തെയും കുറയും, കാരണം ഫൈനൽ വെലോസിറ്റി 0.2 ആണ്. സോ എം × V മൈനസ് എം × U ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, റൈറ്റ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? ഇനീഷ്യൽ മൊമെൻറ്റം എം × U. ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എം × V ആണ്. ഇവിടെ U എന്ന് പറഞ്ഞാലാണ് 20, ആൻഡ് V എന്ന് പറഞ്ഞാൽ 0.2 ആണ് ഫൈനൽ വെലോസിറ്റി, റൈറ്റ്. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എം × V - U ആണ് ആൻസർ, റൈറ്റ്. സോ ഇവിടെ നമുക്ക് ഡിക്രീസസ്, അവിടെ ആ ഒരു നെഗറ്റീവ് ആണ് ഡിക്രീസസ് എന്നതിനെ നമുക്ക് സൂചിപ്പിക്കുന്നത്, റൈറ്റ്. നൗ നെക്സ്റ്റ്, എ ബുള്ളറ്റ് ഓഫ് മാസ്. സോ മാസ് ഉണ്ട്, എത്രയാണ് ഒരു ബുള്ളറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്? ബുള്ളറ്റ് ഓഫ് മാസ് എം ഈസ് ഈക്വൽ ടു 0.01 kg ആണ്, റൈറ്റ്. നൗ ഫയർഡ് ഫ്രം എ ഗൺ വെയിങ് 5 kg. സോ മാസ്, ഗണ്ണിൻ്റെ മാസ് mg ആണ് കേട്ടോ. ഇവിടെ MB ആണെങ്കിൽ ബുള്ളറ്റിൻ്റെ മാസാണ് എന്ത്? 0.01 ആണ്. ആൻഡ് ഫയർഡ് ഫ്രം എ ഗൺ വെയിങ് 5 kg. സോ ഗണ്ണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 5 kg ആണ്, റൈറ്റ്. ഇഫ് ദ ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദി ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡ് U ഈക്വൽ ടു എത്രയാണ്? 50 മീറ്റർ ആണ്. ഇനീഷ്യൽ സ്പീഡ് അല്ലേ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് കാൽക്കുലേറ്റ് ദ സ്പീഡ് വിത്ത് വിച്ച് ഗൺ റീകോയിൽ എന്താണ്? റീകോയിൽ വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഗൺ എന്ത് ചെയ്യും? തിരിച്ച് ഇങ്ങോട്ടൊരു ഈ ഒരു ബുള്ളറ്റ് തിരിച്ച് ഗണ്ണിന് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഒരു ഫോഴ്സ് ഫലമായിട്ട് ഈ ഒരു ഗണ്ണ് പിന്നിലേക്കൊന്ന് ഒരു V വെലോസിറ്റിയിൽ സഞ്ചരിക്കും, റൈറ്റ്. സോ ഇവിടെയും നമ്മൾ പറഞ്ഞത് ഫൈനൽ മൊമെൻറ്റ്, അതായത് മൊമെൻറ്റം കൺസർവേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആക്ച്വലി മൊമെൻറ്റം കൺസർവേഷനിൽ ഫൈനൽ മൊമെൻറ്റം ഈക്വൽ ടു ഇനീഷ്യൽ മൊമെൻറ്റം ആണ്. ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫയർഡ് ചെയ്തതിന് ശേഷം ഇവിടെ എങ്ങനെ ആൻസർ വരിക? M × V ഈക്വൽ ടു. സോ നെക്സ്റ്റ് മക്കളെ 18th ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഓഫ് മാസ്, ഓക്കെ, yes, 1 minute. A bullet of mass 0.01 kilogram is fired from a gun weighing 5 kilogram. If the initial speed of the bullet is 250 meter per second
ആൻഡ് കാൽക്കുലേറ്റ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ഗൺ റീകോയിൽ. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ തന്നെ ഗണ്ണ് പിന്നിലേക്ക് വരുന്നുണ്ട്. സോ പിന്നിലേക്ക് വരുന്ന ഒരു വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എന്ന് പറയുന്നത്. സോ ഇത് ആക്ച്വലി കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ബേസ്ഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? ടോട്ടൽ മൊമെൻറ്റം ഇനീഷ്യൽ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ഫൈനൽ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഫയർ ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എത്രയായിരുന്നു അത് തന്നെയായിരിക്കും ഫയർ ചെയ്തതിന് ശേഷവും ഈ ഒരു സിസ്റ്റത്തിന് ടോട്ടൽ മൊമെൻറ്റം. സോ ഫയർ ചെയ്യുന്നതിന് മുമ്പ് ആർക്കെങ്കിലും വെലോസിറ്റി ഉണ്ടായിരുന്നോ? ഇല്ല. സോ ഫയർ ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഈ ബുള്ളറ്റിനും അതുപോലെ റീകോയിൽ ഓഫ് വെലോസിറ്റി ഒക്കെ എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 0 ആണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? m/v ആണ്. സോ ഫയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വെലോസിറ്റിയും 0 ആയിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 0 ആയതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെൻറ്റം 0 ആയിരുന്നു. സോ ഫൈനൽ വെലോസിറ്റിയും 0 ആവണം. ടോട്ടൽ മൊമെൻറ്റം 0 ആണ്. ഫൈനൽ ടോട്ടൽ മൊമെൻറ്റവും 0 ആകണം. അങ്ങനെയാണെങ്കിലാണ് പി ഇനീഷ്യലും പി ഫൈനലും എന്താവുള്ളൂ? ഈക്വൽ ആവുള്ളൂ. സോ നോക്കണേ, പി എഫ് അതായത് ഫൈനൽ ടോട്ടൽ മൊമെൻറ്റം എത്രയെന്നുള്ളത് നോക്കാം. ഞാൻ എന്ത് ചെയ്യാണ്? m/v ഇതിനെ സ്മോൾ ലെറ്റർ എമ്മിനെ ഞാൻ മാസ് ഓഫ് ബുള്ളറ്റ് എന്നെടുത്തു. ഓക്കെ, സ്മോൾ ലെറ്റർ യുവിനെ ഞാൻ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എടുത്തു. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ എം ഞാൻ മാസ് ഓഫ് ഗൺ അല്ലെങ്കിൽ മാസ് ഓഫ് ഗൺ. ഓക്കെ, മാസ് ഓഫ് ഗൺ. ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ വിനെ ഞാൻ വെലോസിറ്റി അല്ലെങ്കിൽ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ എടുത്തു. റൈറ്റ്. സോ ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ അല്ലെങ്കിൽ ഫയർ ചെയ്തതിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് പ്ലസ് മാസ് ഓഫ് ദി ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഗൺ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം ഇതാണ് എന്ത്? ഇനീഷ്യൽ മൊമെൻറ്റം, ഇതാണ് ഫൈനൽ മൊമെൻറ്റം. ഓക്കെ, ഫൈനൽ ടോട്ടൽ മൊമെൻറ്റം ആണ്. സോ 0 ആവണമെന്നുണ്ടെങ്കിൽ m/u പ്ലസ് m/v ഈക്വൽ ടു 0 ആവണം. സോ ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മൈനസ് m/v ഈക്വൽ ടു m/u എന്നാകും. റൈറ്റ്, മൈനസ് m/v ഈക്വൽ ടു m/u. ഞാൻ ഈ മൈനസിനെ കൊണ്ട് കൊണ്ടുവന്നാൽ m/v ഈക്വൽ ടു m/u മൈനസ് m/u ഡിവൈഡഡ് ബൈ ഞാൻ എമ്മിനെ കൊണ്ടുവന്നാൽ താഴോട്ട് ആ ക്യാപിറ്റൽ ലെറ്റർ എം വരും. റൈറ്റ്. സോ v ഈക്വൽ ടു അതായത് വെലോസിറ്റി ഓഫ് ഗൺ ഈക്വൽ ടു അതായത് റീക്വൽ വെലോസിറ്റി ഓഫ് ഗൺ ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ യു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് കിട്ടും. റൈറ്റ്. സോ മാസ് ഓഫ് ദി ബുള്ളറ്റ് എത്രയാണ്? എത്രയാണ് ഇവിടെ തന്നത്? മാസ് ഓഫ് ദി ബുള്ളറ്റ് 0.01 ആണ്. ഓക്കെ, 0.01 ഇൻറ്റു 250 അല്ലേ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ 5 kg. ഓക്കെ, ഇതും കട്ട് ചെയ്താൽ നമുക്ക് 50 എന്ന് കിട്ടും. സോ 50 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സോ 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് മൈനസ് 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടുക? റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. അതായത് ആ മൈനസ് ഡിനോട്ട് ചെയ്യുന്നത് ബുള്ളറ്റ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് എന്ത് പോകുന്നത്? ഈ ഒരു ഗണ്ണ് പോകുന്നത് എന്നതിനെയാണ് മൈനസ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് 100 gram ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് മൊമെൻറ്റം അസോസിയേറ്റഡ് വിത്ത് ദ ബോൾ. സോ ഇത് സിമ്പിളാണ്. കാരണം മാസ് എന്ന് പറഞ്ഞാൽ 100 gram ആണ്. ഇതിനെ നമുക്ക് 100 ഇൻറ്റു 10⁻³ വിച്ച് ഈസ് ഈക്വൽ ടു 0.1 kilogram എന്ന് എഴുതാം. റൈറ്റ്. നൗ വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി അത് എത്രയാണ്? v ഈക്വൽ ടു 15 ആണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? മൊമെൻറ്റം ഈക്വൽ ടു മൊമെൻറ്റം p ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 15 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റേഷനറി ബോൾ നിൽക്കുന്നൊരു ബോൾ വെയിങ് 0.25 kg അക്വയർസ് എ സ്പീഡ് ഓഫ് 10 meter per second when hit by a hockey stick. The impulse imparted to the ball. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് എഴുതാൻ പറ്റും. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f/t അല്ലേ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ f/t ആണ്. ഓക്കെ, നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ f/t ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി f/t എന്ന് എഴുതാം. അതുപോലെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് എഴുതാം. ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, അതെങ്ങനെ കിട്ടിയത്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. F ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം അല്ലേ?
സി എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണ്. സോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ നോക്കണേ, സി ഇവിടെ നമുക്ക് ബോൾ ഇൻ സ്റ്റേഷനറി. സോ ഇനീഷ്യൽ മൊമെൻ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇനീഷ്യൽ മൊമെൻ്റം 0 ആണ്. സോ എം ഇൻറ്റു ഇനീഷ്യൽ ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻ്റം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു സി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഉണ്ടാവില്ല, കാരണം ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണല്ലോ നമുക്ക് കാണാനുള്ളത്. സോ എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡ് 10 ആണ്, മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, കാരണം സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ബോഡിയാണ്. സോ ഇവിടുത്തെ മാസ് എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 10 ആണ്. നമുക്ക് ആൻസർ ഏകദേശം 2.5 കിലോഗ്രാം. നമുക്ക് ഇമ്പൾസ് അല്ലേ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ 2.5 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ്. അത് എത്രയാണ്? 2.5 ന്യൂട്ടൺ സെക്കൻഡ്. ആൻസർ എ എന്നാണ് കിട്ടുക. റൈറ്റ്. സോ ഏകദേശം ഫ്രിക്ഷനും അതുപോലെ മൊമെൻറ്റും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. സോ മക്കൾ നിർബന്ധമായിട്ടും ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. ആൻഡ് ഇതോടൊപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കണം. താങ്ക്